ഹായ്, ഞാനുണ്ടല്ലോ ബിഗ് ബോസ് സീസൺ 7-ലെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ലാസ്റ്റ് ഒരു 2-3 ദിവസമായിട്ട് രേണുസുധിയുടെ അടുത്ത് നമ്മൾ അനുമോള് പറയുന്നുണ്ടായിരുന്നു, ആള് വൃത്തിയില്ല, ഭയങ്കര മുടിയിൽ പെയിനും താരനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെർമനന്റ് എക്സ്റ്റൻഷൻ വെച്ചിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം രേണുസുധി ഈ ബിഗ് ബോസിലോട്ട് വരുന്നതിന് മുമ്പ് ആളൊരു വീഡിയോ ഇട്ടിരുന്നു, എക്സ്റ്റൻഷനൊക്കെ വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിലോട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് പെട്ടെന്ന് പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്റ്റൻഷൻ വെച്ചിട്ട് എങ്ങനെയാണ് രേണു ഇതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പണിയാണ്. അപ്പം നമ്മളിപ്പോൾ പറയും, എല്ലാവരും നമ്മൾ സജസ്റ്റ് ചെയ്യും നിങ്ങൾ എക്സ്റ്റൻഷൻ വെച്ച പ്രശ്നമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ നമ്മളതിന് ഓരോരോ ദിവസവും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. നോർമൽ ഹെയറിനേക്കാളും നമ്മളിത് നല്ലോണം ടേക്ക് കെയർ ചെയ്യണം. ഒന്നാമത് അവിടെ ഒരു സാധനം കൊടുക്കുന്നില്ല, ഇവർക്ക് ഒരു കോമ്പ് പോലും കൊടുക്കുന്നില്ല. കാരണം ഈ കോമ്പൊക്കെ ഇതിന് പ്രത്യേകതരം കോമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചാടിക്കേറി എക്സ്റ്റൻഷൻ വയ്ക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ വലിയൊരു ഉദാഹരണമായിട്ട് രേണുവിനെ എടുക്കുക. കാരണം ഇത് രേണുവിന് ഇപ്പോൾ പ്രോഡക്റ്റ്സ് ഇല്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ്, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എക്സ്റ്റൻഷൻ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ എന്താ പറയുക, തീരെ മുടിയില്ലാത്തവർക്കൊക്കെ ഇനിയും നമുക്ക് ചെയ്യാം. അധികം ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ ചുറ്റുപാട് ഞാൻ കണ്ടിട്ടുള്ളത്, മുടിയുള്ളവർ തന്നെയാണ് ഈ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് ഉള്ള മുടിയും കൂടെ കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. പക്ഷേ നല്ലതിൽ നോക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് പേര് നല്ലതിൽ നോക്കുന്ന ആൾക്കാരുണ്ട്. ഈ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം ഈ രേണുവിന് ഭയങ്കരമായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ലേ. അപ്പോൾ ഈ ടെക്നീഷ്യൻ ഉണ്ടല്ലോ, ഇത് വെച്ചു കൊടുത്ത ടെക്നീഷ്യൻ, എനിക്കറിയില്ല ഇവർ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെക്നീഷ്യൻ ചെയ്തിരിക്കുന്ന വലിയൊരു മോശമായിട്ടുള്ള കാര്യം, അബദ്ധം തന്നെയാണ്. കാരണം ഒരിക്കലും രേണുവിന് വെച്ചു കൊടുക്കാൻ പാടില്ല. ഇത് വേണ്ടാന്ന് തന്നെ പറയണം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടില്ലെങ്കിലും രേണുവിന് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും രേണു എന്തിനാണ് ഈ ഒരു ബാഡ് ചോയ്സ് എടുത്തതെന്നാണ്. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് എന്താണെന്നറിയോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, എൻ്റെ ഒരു അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ഈ എക്സ്റ്റൻഷൻ വയ്ക്കാൻ പോകുന്ന ആൾക്കാർക്ക്, നിങ്ങൾക്ക് ഡാൻഡ്രഫോ അല്ലെങ്കിൽ പേനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എക്സ്റ്റൻഷൻ വയ്ക്കാൻ വേണ്ടി പോകരുത് കേട്ടോ. ഇത് മൊത്തത്തിൽ ക്യൂർ ആയതിനു ശേഷം മാത്രം വയ്ക്കുക. കുറച്ച് ഒരു പൊടി പോലും ഡാൻഡ്രഫ് അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി പോലും പെയിൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടിയുള്ളൂ. ഇനി നിങ്ങൾ എത്ര കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടിയുള്ളൂ, അത് കുറയില്ല. അപ്പം നിങ്ങൾ ഈ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ എക്സ്റ്റൻഷൻ വയ്ക്കണം. എനിക്ക് തോന്നുന്നു പേന് രേണുവിനെ പെട്ടെന്ന് വന്നതാണെന്ന് തോന്നുന്നില്ല എനിക്ക്. രേണു വന്ന പാടേ ഉണ്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പം ഈ ടെക്നീഷ്യൻ നോക്കിയിട്ടില്ലേന്ന് എനിക്കറിയില്ല, ഡാൻഡ്രഫ് ഉണ്ടോ അല്ലെങ്കിൽ പെയിൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടോ. അത് നോക്കാണ്ട് ഒരിക്കലും നിങ്ങൾ എക്സ്റ്റൻഷനൊന്നും വെച്ചു കൊടുക്കരുത്. അതും സാധാരണക്കാരാണ്, ഒന്നും അറിയാത്ത ഒരാളാണ് രേണു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. കാരണം നമുക്ക് തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് നമ്മളൊരു 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഒരിക്കലും നമ്മൾ തല കഴുകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വരുന്നൊരു ഇറിറ്റേഷന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ രേണുവിനൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമാകും. ഒന്നാമതൊന്നും കിട്ടുന്നുമില്ല അവർക്ക് പ്രോഡക്റ്റ് ഒന്നും. അപ്പോൾ ഈ എന്താ പറയുക, ചാടിക്കയറി എക്സ്റ്റൻഷൻ വയ്ക്കുന്നവരുടെ അടുത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഒന്ന് ഡാൻഡ്രഫും പിന്നെ ഈ പെയിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്തിട്ട് തന്നെ നിങ്ങളത് ചെയ്യണം. പിന്നെ നിങ്ങൾക്കത് എന്താ വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 മന്ത് ഒക്കെ കൂടുമ്പോഴത്തേക്കും ഇതിൻ്റെ സർവീസ് ഉണ്ട്. ഇത് നമ്മൾ അവിടെ തന്നെ പോയി അവരത് അഴിച്ച് പിന്നെയും ക്ലീൻ ചെയ്ത് അത് കെട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ എന്തായാലും പോയിട്ട് ചെയ്യണം. അത് പറ്റുന്നില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് തന്നെ കോമ്പ് ഉണ്ട്, അത് അവർ കാണിച്ചു തരും എങ്ങനെ നിങ്ങൾ കോമ്പ് ചെയ്യണം എന്നുള്ളത്. അത് പ്രത്യേക രീതിയിലാണ് കോമ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കോമ്പും പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മൊത്തം കെട്ട് പണഞ്ഞിട്ട് മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ ഈ മൈഗ്രെയിൻ ഉള്ളവർ ചിലവർ പറയാണ്ട് ഞങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടല്ലോ, ഞങ്ങൾ വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന്. ഉണ്ടാവില്ല. ചില ആൾക്കാരുണ്ട് മൈഗ്രെയിൻ ഭയങ്കര എക്സ്ട്രീമായിട്ട് വരുന്ന ആൾക്കാർ. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അതിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് മൈഗ്രെയിനിൽ. അങ്ങനെയുള്ള ആൾക്കാർ മാക്സിമം ഇത് വയ്ക്കാണ്ടിരിക്കുക, എക്സ്റ്റൻഷൻ വയ്ക്കാണ്ടിരിക്കുക. പിന്നെ ഈ മുടി കുറവുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് വോളിയം ഇവിടെ കുറവാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഉള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ വോളിയം നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വയ്ക്കും. ഒന്നാമത് അത് അവരിപ്പോൾ സലൂണിൽ അവർ പ്രോപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് വലിയ വിസിബിൾ ആയിരിക്കില്ല. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് മുടിയൊക്കെ കെട്ടുമ്പോഴത്തേക്ക് നല്ലോണം കാണാൻ തുടങ്ങും. കാണുന്ന മാത്രമല്ല, നിങ്ങൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ,
അല്ലല്ലോ. ഇത് ഈ മുടിക്ക് താങ്ങാണ്ട് വരികയും ചെയ്യും. അത് ബുദ്ധിമുട്ടാവും, പെയിൻ വരും എന്തായാലും ആൾക്കാർക്ക് വലിച്ച. പിന്നെ വേറൊരു കാര്യം, രേണു ഇത് തന്നെ ഞാൻ വേറൊരു മെയിൻ കാര്യം, രേണു ഇത് കൊണ്ടുപോയിട്ട് ഈ ഗെയിമൊക്കെ എങ്ങനെ കളിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ഇച്ചിരി വലിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കും. അതിപ്പോൾ നമ്മൾ പറയുമായിരിക്കും ഒന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. വേദന തന്നെ എടുക്കും അത്. അപ്പം രേണുവിന് അത്രയും വലിയ ഈ എക്സ്റ്റൻഷനൊക്കെ വെക്കേണ്ട പ്രശ്നം ഉണ്ടായിരുന്നു, അത്രയും മുടി കുറവുണ്ടായിരുന്നോ? ഓക്കെ, വെച്ചോളൂ, അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷേ ബിഗ് ബോസിൽ വന്നപ്പോഴത്തേക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പം ബിഗ് ബോസിലുള്ള ആരെങ്കിലും, ഈ ടീമിലുള്ള ആരെങ്കിലും, ക്രൂവിലുള്ള ആരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് രേണുവിന് ആ പ്രോഡക്റ്റ് കൊടുക്കുക. പ്രോഡക്റ്റ് കൊടുക്കുന്നതിന് പകരം എനിക്ക് അറ്റ്ലീസ്റ്റ് തോന്നുന്നു ഏതെങ്കിലും ഒരു ടെക്നീഷ്യനെ വെച്ചിട്ട്, നിങ്ങളിപ്പോൾ രേണു അവിടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹം ഒരു ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഒരു ടെക്നീഷ്യനെ വെച്ചിട്ട് നിങ്ങളതൊന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. ഒരു സാമാന്യ ഒരു എന്താ പറയുക, മാനസിക പരിഗണന കൊടുക്കുക. കാരണം ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. എന്നിട്ടൊരു ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുക്കുക പറ്റുവാണെങ്കിൽ. എനിക്കറിയില്ല ഇത് പോസിബിൾ ആണോ എന്ന്, പക്ഷേ നമ്മുടെ ഹിന്ദിയിലേക്ക് കാണുമ്പോഴത്തേക്ക് ഇവർക്ക് ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്, പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ ചാടിക്കയറി എക്സ്റ്റൻഷൻ വയ്ക്കുന്നവർ പ്രോപ്പറായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നല്ല കണക്ക് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. കീപ്പ് ഇൻ ടച്ച്. ബൈ.